ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് LSS എക്സാമുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങിയ ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, 2024 വയനാട് ജില്ലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും തകർന്ന സ്കൂൾ ഏതാണ്? വെള്ളാർമല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക്? കെ അരവിന്ദാക്ഷൻ. 2024 വയലാർ അവാർഡ് ജേതാവ്? ആൻസർ അശോകൻ ചെരുവിൽ. 2024 ഡിസംബർ 25 അന്തരിച്ച മലയാളത്തിൻ്റെ പ്രസിദ്ധ എഴുത്തുകാരൻ? ആൻസർ MT വാസുദേവൻ നായർ. 2024 എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത് ആർക്ക്? NS മാധവൻ. 2024 ഒളിമ്പിക്സ് വേദി ഏതായിരുന്നു? പാരീസ്. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ആര്? ധ്യാൻചന്ദ്. 2024 ഡിസംബറിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഡോക്ടർ മൻമോഹൻ സിംഗ്. സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. കേരളത്തിൽ വിസ്തീർണത്തിൽ 2ാം സ്ഥാനത്തും ആഴത്തിൽ 1ാം സ്ഥാനത്തുമുള്ള കായലേത്? അഷ്ടമുടി കായൽ. കേരളത്തിലെ കണ്ടൽ കാടുകളുടെ രക്ഷകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാര്? കല്ലൻ പൊക്കുടൻ. ഏറ്റവും അവസാനം രൂപീകൃതമായ കേരളത്തിലെ നഗര കോർപ്പറേഷൻ? കണ്ണൂർ. AI-യുടെ പൂർണ്ണരൂപം എന്ത്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി. അന്തരിച്ച എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ ഓർമ്മയ്ക്കായി സ്കൂൾ കലോത്സവ വേദിക്ക് നൽകിയിരുന്ന പേര്? MT നിള. 2025 ഹരിവരാസന പുരസ്കാരം നേടിയ ഗാനരചയിതാവ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഓസ്കാർ പുരസ്കാരത്തിനുള്ള പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ച മലയാള ചിത്രം? ആൻസർ ആടുജീവിതം. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആഹ്വാനം എന്തായിരുന്നു? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. പയ്യെ തിന്നാൽ പനയും തിന്നാം ഈ പഴഞ്ചൊല്ല് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ക്ഷമയുണ്ടെങ്കിൽ ഏത് കാര്യവും നേടാം. കളിക്കളത്തിലെ മഹാപ്രതിഭകൾ ആരുടെ കൃതിയാണ്? R രാധാകൃഷ്ണൻ. SK പൊറ്റക്കാടിൻ്റെ പൂർണ്ണമായ പേരെന്ത്? ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട്. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയതാര്? D ഗുഗേഷ്. കേരളത്തിലെ ഒരേയൊരു മുസ്ലിം രാജവംശമായ അറക്കൽ രാജവംശത്തിൻ്റെ ആസ്ഥാനം എവിടെ? കണ്ണൂർ. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകളുള്ള ജില്ലയേത്? കാസർഗോഡ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ലയേത്? ഇടുക്കി. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സമയത്ത് സ്വീകരിക്കുന്ന വാതകമേത്? കാർബൺ ഡയോക്സൈഡ്. ആദ്യമായി വള്ളത്തോൾ അവാർഡ് ലഭിച്ചതാർക്ക്? ആൻസർ പാല നാരായണൻ നായർ. 1913 കോഴിക്കോട് ജില്ലയിൽ ജനനം. ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്? രാജമല്ലി, ഒരു ദേശത്തിൻ്റെ കഥ തുടങ്ങിയവ കൃതികളാണ്. 1982 അന്തരിച്ചു. ആരാണ് ഈ സാഹിത്യകാരൻ? ആൻസർ SK പൊറ്റക്കാട്.
വിഷാദത്തിൻ്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ സുഗതകുമാരി. ഏകബീജപത്ര സസ്യങ്ങളിൽ ഡാഷ് സ്ഥിരാവിന്യാസമാണ് കാണപ്പെടുന്നത്? സമാന്തര സ്ഥിരാവിന്യാസം. അപകടത്തിൽപ്പെട്ടയാൾക്ക് വൈദ്യസഹായം ലഭിക്കുന്നത് വരെ ചെയ്യുന്ന പരിചരണമാണ് ഡാഷ്. പ്രഥമ ശുശ്രൂഷ. വിത്തുകളുടെ പുറമേ കാണുന്ന കട്ടിയുള്ള ആവരണത്തിന് പറയുന്ന പേരെന്ത്? ബീജകവചം. സത്യാഗ്രഹം എന്നതിൻ്റെ അർത്ഥമെന്ത്? സത്യത്തെ മുറുകെ പിടിക്കുക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഏത്? ആൻസർ ചമ്പാരൻ സത്യാഗ്രഹം. 1919 പഞ്ചാബിൽ ഇന്ത്യൻ സമര സേനാനികൾക്കെതിരെ ബ്രിട്ടീഷ് പട്ടാളം നടത്തിയ ക്രൂരമായ സംഭവം ഏത്? ആൻസർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബുൽ കലാം ആസാദ്. വാഴയിലയിൽ പ്രധാന സിരയിൽ നിന്നും സമാന്തര സിരകൾ ഏത് ദിശയിലേക്കാണ് വിന്യസിച്ചിട്ടുള്ളത്? ആൻസർ വശങ്ങളിലേക്ക്. താമരയിലയിൽ വെള്ളം പറ്റിപ്പിടിക്കാതിരിക്കാനുള്ള കാരണമെന്ത്? മെഴുക് പോലുള്ള ആവരണം. ആവാസ വ്യവസ്ഥയുടെ തകർച്ച സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് ഏതാണ്? പ്രകൃതി ദുരന്തങ്ങൾ. കേരളത്തിൻ്റെ ഉപവസന്തകാലം എന്നറിയപ്പെടുന്നത് ഏത്? ശരത്കാലം. നാഴി, ഇടങ്ങഴി, പറ എന്നിവയുടെ ഉപയോഗം എന്ത്? ധാന്യങ്ങൾ അളക്കുന്നതിന്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല ഏത്? പാലക്കാട്. സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്നു കിടക്കുന്ന കേരളത്തിൻ്റെ ഭൂപ്രദേശം? ആൻസർ കുട്ടനാട്. കേരള വനം വകുപ്പ് ഏർപ്പെടുത്തിയ വനമിത്രം അവാർഡ് ആദ്യമായി ലഭിച്ച വ്യക്തിയാര്? കല്ലേൻ പൊക്കുടൻ. ഒളിമ്പിക്സ് ചിഹ്നമായ പരസ്പരം കോർത്ത 5 വളയങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു? 5 ഭൂഖണ്ഡങ്ങളെ. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ? ആൻസർ ഷൊർണൂർ. മദർ തെരേസ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആതുര സേവനം. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല ഏത്? എറണാകുളം. 840 രൂപ കൊടുത്ത് ഒരേ വിലയുള്ള 35 നോട്ട് പുസ്തകങ്ങൾ വാങ്ങി എങ്കിൽ ഒരു നോട്ട് പുസ്തകത്തിൻ്റെ വില എത്ര? 24 രൂപ. അർജുന അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കായികം. അടുത്ത ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. കേരള സർക്കാർ മികച്ച കർഷകന് നൽകി വരുന്ന പുരസ്കാരം ഏത്? എല്ലാവരും ആൻസർ കമൻറ്റ് ചെയ്യുക. നമ്മുടെ മുമ്പത്തെ വീഡിയോയിലും ഇതുപോലെ ചോദ്യങ്ങൾ തന്നിരുന്നു. ഒരുപാട് പേർ ശരിയുത്തരം കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.